ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കി. ഇന്ന് നമ്മൾ നോക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പാണ്, സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നോക്കുന്നത്. Compared to financial accounting and management accounting, cost accounting has only a limited coverage as it is mainly connected with the ascertainment of cost of producing a product or rendering a service. നമുക്കറിയാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, മാനേജീരിയൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ മാത്രമേ അതിൽ വരുന്നുള്ളൂ. അതായത് ഒരു സർവീസ് റെൻഡറിങ് ചെയ്യുമ്പോഴോ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക, അതാണ് കോസ്റ്റ് അക്കൗണ്ടിൽ മെയിൻലി പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ആസ്പെക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കോസ്റ്റ് റെക്കോർഡിംഗ് ആണ്. കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്, നമ്മൾ ഇതെല്ലാം ഇതുവരെ പറഞ്ഞതിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. കോസ്റ്റ് റെക്കോർഡിംഗ് റിഫേഴ്സ് ടു റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് ട്രാൻസാക്ഷൻസ് ഇൻ ദ വേരിയസ് ബുക്സ്. ദീസ് ട്രാൻസാക്ഷൻസ് ആർ ദെൻ പോസ്റ്റഡ് ഇൻ ടു ദ വേരിയസ് ലെഡ്ജേഴ്സ് മെയിൻറ്റെയിൻ അണ്ടർ ദി കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കോസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻസ്, കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മുടെ ബുക്കുകളിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കുകയും ലെഡ്ജേഴ്സിലേക്ക് നമ്മളിത് പിന്നീട് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും, അല്ലേ? കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലെഡ്ജേഴ്സിലേക്ക് ഇത് നമ്മൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് കോസ്റ്റ് റെക്കോർഡിങ്ങിൽ പറയുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് അലോക്കേഷൻ ആണ്. കോസ്റ്റ് അലോക്കേഷൻ മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോസ്റ്റ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ പ്രോഡക്ട്സ് ഓൺ പ്രീ ഡിറ്റർമൈൻഡ് ബേസിസ്. ഇറ്റ് ഈസ് ദ ചാർജിങ് ഓഫ് സ്പെസിഫിക് കോസ്റ്റ് ടു കോസ്റ്റ് യൂണിറ്റ് ഓർ കോസ്റ്റ് സെൻറ്റേഴ്സ്. അപ്പം കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. വേരിയസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ കോസ്റ്റുകൾ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഒന്നുകിൽ മുൻപേ പ്രീ ഡിറ്റർമൈൻഡ് ബേസിസിൽ, അല്ലെങ്കിൽ നമ്മളിപ്പം ഡിറ്റർമൈൻ ചെയ്യുന്ന ബേസിസിൽ എന്ത് ചെയ്യുന്നു, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും കോസ്റ്റുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇത് സ്പെസിഫിക് കോസ്റ്റിൻ്റെയും കോസ്റ്റ് യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ എല്ലാം ബേസിസിലാണിത് ചാർജ് ചെയ്യുന്നത്. മൂന്നാമത്തേത് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്. ദി മേജർ ഫങ്ഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദി അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ ജോബ്, പ്രോസസ് എക്സെട്ര. അല്ലേ? പ്രധാനപ്പെട്ട ഫങ്ഷനാണ് എന്ത്, കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ. നാലാമത്തത് കോസ്റ്റ് അനലൈസിസ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ കോസസ് ഓഫ് ആക്ച്വൽ കോസ്റ്റ് വേരിയിങ് ഫ്രം ദി ബഡ്ജറ്റഡ് കോസ്റ്റ് ആൻഡ് അസൈനിങ് റെസ്പോൺസിബിലിറ്റി ഫോർ ഇൻക്രീസ് ഇൻ കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകളാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ബഡ്ജറ്റഡ് കോസ്റ്റിലേക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ആക്ച്വൽ കോസ്റ്റും അതുമായിട്ട് വരുന്ന വ്യത്യാസങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കി അനലൈസ് ചെയ്ത് എത്ര ഇൻക്രീസ് ആയില്ലേ, കോസ്റ്റിൽ എത്ര ഇൻക്രീസ് ആയി എന്നൊക്കെ നമ്മൾ കോസ്റ്റ് അനലൈസ് ചെയ്യാനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തത് കോസ്റ്റ് കമ്പാരിസൺ ആണ്. അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മളെ എന്തിനു സഹായിക്കുന്നു, ഓരോ പ്രോഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിലെയും കോസ്റ്റ് എത്രയാണ് ഉണ്ടായത്, അല്ലേ, കോസ്റ്റുകൾക്കിടയിൽ കൂടി നമുക്കതിനെ കമ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതാണ് കോസ്റ്റ് കമ്പാരിസൺ. ആറാമത്തെ പോയിൻ്റ് കോസ്റ്റ് കൺട്രോൾ ആണ്. ഇറ്റ് ഈസ് ദി റെഗുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് ഓർ ഓപ്പറേഷൻസ്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലേ? കോസ്റ്റ് കൺട്രോളിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ് ബഡ്ജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഈ ടൂളുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് എന്ത് ചെയ്യുവാണ്, നമ്മൾ കൺട്രോൾ ചെയ്യാണ്, റെഗുലേറ്റ് ചെയ്യുന്നതാണ് കോസ്റ്റ് കൺട്രോൾ. നെക്സ്റ്റ് കോസ്റ്റ് ഓഡിറ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടുകളെ വെരിഫിക്കേഷൻ ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതെന്തിനു സഹായിക്കുന്നു, അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന കോസ്റ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. എട്ടാമത്തത് കോസ്റ്റ് റിപ്പോർട്ടിംഗ് ആണ്. ഇതെന്തിനു സഹായിക്കുന്നു, മാനേജ്മെൻറ്റിന്
തക്ക സമയത്തുള്ള നമ്മൾ കോസ്റ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഏതൊക്കെ പോയിന്റുകളാണ്? കോസ്റ്റ് റെക്കോർഡിംഗ്, കോസ്റ്റ് അലോക്കേഷൻ, കോസ്റ്റ് അസർടൈൻമെൻറ്റ്, കോസ്റ്റ് അനലൈസിസ്, കോസ്റ്റ് കമ്പാരിസൺസ്, കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് ഓഡിറ്റ്, കോസ്റ്റ് റിപ്പോർട്ടിംഗ്. ഇത്രയുമാണ് നമ്മളിന്ന് പറയുന്നത്.